സ്വാഗതം. സായന ടാരോ കാർഡ് വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ടാരോ കാർഡിനോട് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് അത് നോക്കാം. കറണ്ട് സിറ്റുവേഷനാണ് ഇതെന്ന് പറയുന്നത്. എന്താണ് നമുക്ക് മുന്നിൽ കാണുന്നത്, എന്താണ് ശരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ എലോൺനെസ് എന്ന് പറയുന്ന കാർഡാണ്. ഏകാന്തത, ദുഃഖിച്ചിരിക്കുന്ന, ഇരുട്ടിലേക്ക് നടക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ഇത് ഹെർമിറ്റ് എന്ന് പറയുന്ന മേജർ റൈഡർ ആൻഡ് വൈറ്റിൽ വരുന്നൊരു കാർഡാണ്. അപ്പോൾ ഏകാന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെയാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് നമ്മൾ വൃദ്ധനായി എന്നുള്ളതല്ല, എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ. എന്താണ് നാം പ്രതീക്ഷിക്കുന്ന ഒരു ഭാവി എന്ന് ചോദിച്ചപ്പോൾ റീബർത്ത് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾ കണ്ടറിയാം, വളരെ പവർഫുൾ ആയിട്ടൊരു കാർഡാണ്. ഒരു സിംഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കൃഷ്ണൻ പുറത്തേക്ക് വരുന്നൊരു പടമാണ്. ഇവിടെ വേറെ ഇത് കാണാൻ പറ്റും. അതായത് റീബർത്ത് എന്ന് അറിയാലോ, പുനർജന്മമാണ് നാം മുന്നിൽ കാണുന്നത്. അല്ലെങ്കിൽ ഇതേപോലത്തെ നമ്മൾ കാണുന്നത്. എന്താണ് നമുക്ക് വരാൻ പോകുന്നത്, വാട്ട് ഈസ് ഇൻ ഫ്യൂച്ചർ എന്ന് ചോദിച്ചപ്പോൾ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന കാർഡാണ്. സത്യത്തിൽ ഈ കാർഡ് തന്നെയാണ് ഇന്ന് രാവിലെ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ നമ്മൾ ഈ മതിലും വിഘ്നങ്ങളെല്ലാം പൊട്ടിപ്പൊളിച്ചുകൊണ്ട് പുതിയൊരാളായിട്ട് വരുന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ രണ്ട് കാർഡുകൾക്കും ഒരേ അർത്ഥം തന്നെയാണ്. ഇതേ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഇത്രയും എളുപ്പത്തിൽ വരുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് മതിൽ പൊട്ടിച്ചുകൊണ്ട് ശക്തമായിട്ടാണ് വരാൻ സാധ്യത. അപ്പോൾ മുന്നിൽ കാണുന്നത് നമ്മുടെ മുന്നിലെ പ്രതിസന്ധിയെ നാം ഉരുക്ക് കരങ്ങൾ കൊണ്ട് ഇടിച്ച് പൊളിച്ച് മുന്നോട്ട് വന്ന് വിജയത്തിലേക്ക് എത്തുന്നുള്ളതാണ്. ഐ വിഷ് യു വെരി ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.